നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സോളാറിന്റെ പേരിലാണ് ബിജുവും സരിതയും അടങ്ങുന്ന സംഘം തട്ടിപ്പ് നടത്തിയതെങ്കിൽ ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് CSR ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാനാണ്. തട്ടിപ്പിനെ സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ബിജു രാധാകൃഷ്ണനായി സംസ്ഥാനത്താകെ വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. CSR ഫണ്ട് തട്ടിപ്പിൽ ബിജുവിനെതിരായ പരാതികളും പോലീസിന് ലഭിച്ചു. പുറത്തുവന്ന പരാതികൾ പ്രകാരം 1.5 കോടിയിലധികം രൂപയാണ് ബിജു തട്ടിയെടുത്തത്. ഇതോടെ നടപടിയെടുക്കാൻ DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്കമാലി സ്വദേശി ഏലിയാസ്, മലപ്പുറം സ്വദേശി റിഷാദ് എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുള്ളിയുടെ NHF എന്ന് പറഞ്ഞൊരു സ്ഥാപനം, പനമ്പള്ളി നഗറിലുള്ള ഒരു NHF, അവിടെയാണ് പുള്ളിയുടെ ഓഫീസ്. ബിജു ജോർജ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞതും. അങ്ങനെ സംസാരിച്ച് അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ പുള്ളി അവിടെ ചെന്ന് പുള്ളി പറഞ്ഞു ട്രസ്റ്റിന് CSR ഫണ്ട് വഴി ഒരു നമ്മുടെ 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ CSR ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ കുറേ ഇത് ചെയ്തു. ഒരു 5-6 മാസക്കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ നമുക്കത് അതിൻ്റെ കൂടെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി ഒരു 200 വീടുകളുടെ കൺസ്ട്രക്ഷൻ ഏലിയാസിന് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വർക്ക് CSR ഫണ്ട് വഴി വരുന്ന ഫണ്ടാണ് 45 കോടി രൂപയുടെ വർക്ക്. അത് ഏലിയാസിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത് വഴി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വസിച്ചു. കാരണം പുള്ളിയുടെ രൂപവും ഭാവവും രീതിയൊക്കെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ പുള്ളി അതിൽ വഴിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് പിന്നെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ചു. ഞാൻ ഈ ബിജു രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത് 2021 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ബിജു രാധാകൃഷ്ണനല്ല, ബിജു ജോർജാണ് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ. ഞാൻ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ അഭിസംബോധന ചെയ്ത് പരിചയപ്പെട്ടത് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. സുപ്രീം കോർട്ടിലൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കേസ് വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അതുമാത്രമല്ല പുള്ളി ഒരുപാട് എന്താ പറയുക, വലിയ കേസൊക്കെ ബാധിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെട്ടതും ഞങ്ങളാദ്യം മീറ്റ് ചെയ്യുന്നതും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു നാൾ പുള്ളി എന്നോട് പറയുന്നത്, നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇൻഷാദ് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം, ഈ ഒരു ട്രസ്റ്റ് തുടങ്ങും, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു ബിജു ജോർജ്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിയോട്, ഇത് ആര് തുടങ്ങും? ഞാൻ അഡ്വക്കേറ്റ് അല്ലേ, ഞങ്ങളുടെ ജോലി അതാണല്ലോ, ഇങ്ങനെ ട്രസ്റ്റൊക്കെ ചെയ്തു തരുന്നതല്ല ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാണ് പുള്ളി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ്? ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഒരു 30,000 രൂപേൻ്റെ അടുത്ത് എമൗണ്ട് മാത്രമേ ഇതിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. അവരും പറഞ്ഞു നമുക്കൊന്ന് ഒരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ബിജു എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് CSR ഫണ്ട് നല്ല രീതിയിൽ പോകുന്ന ട്രസ്റ്റുകൾക്ക് ഗവൺമെൻറ്റും അതുപോലെ ഒരുപാട് ടാക്സ് അടക്കുന്ന ആൾക്കാരെ കൂടിയിട്ടുണ്ട്, CSR ഫണ്ടൊക്കെ ഉണ്ട്. ആ CSR ഫണ്ട് ഒരു 300 കോടി രൂപ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം, നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി ആദ്യമായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു 2022 ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരുണ്ടായിരുന്നത്. കാക്കനാടാണ് നമ്മൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ബിജുവായിട്ട് കൂടുതൽ അടുപ്പത്തിലേക്ക് പോയത്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അനീഷ് ഈ ബിജു രാധാകൃഷ്ണന്റെ പുതിയ സാമ്രാജ്യങ്ങൾ തേടിയുള്ള യാത്രയിലായിരുന്നു. കൊച്ചിയിലടക്കം ഇയാളുടെ തട്ടിപ്പ് കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു, ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. ഇതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇപ്പോൾ പരാതിക്കാരും രംഗത്തെത്തിയിരിക്കുന്നു. പോലീസ് ബിജു രാധാകൃഷ്ണനെ തേടി സംസ്ഥാനത്തൊട്ടാകെ വലവിരിച്ചിരിക്കുന്നു. ഇയാൾ എവിടെയുണ്ടെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്?
ഏത് രീതിയിലാണ് തട്ടിപ്പിന് ഈ ആളുകളെ ഇരകളാക്കിയത്? എന്താണ് ഈ പരാതിക്കാർ പറയുന്നത്? ടോം, നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പുറത്തുവിട്ടത്. അതായത് ഇയാൾ ഏത് രീതിയിലാണ് ആളുകളെ തട്ടിപ്പിന് വിധേയമാക്കുന്നത്, ഇയാളുടെ പണ ഇടപാടുകൾ ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോഴും നമുക്ക് ഈ പരാതിക്കാരായി ആരെങ്കിലും രംഗത്ത് വരുമോ, അല്ലെങ്കിൽ പരാതിക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളുണ്ട്. പക്ഷേ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ മറനീക്കി പരാതികളും പുറത്തു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. 2 പരാതിക്കാർ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം സ്വദേശിയായ നിഷാദും ഒപ്പം അങ്കമാലി സ്വദേശിയായ ഏലിയാസും പുറത്തു വന്നിരിക്കുന്നു. 2 പേർക്കും വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട ആളുകളാണ്. ഇതിൽ അങ്കമാലി സ്വദേശിയായ ഏലിയാസിന് ഏതാണ്ട് 1.5 കോടി രൂപയോളമാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിഷാദിനും 20 ലക്ഷം 30 ലക്ഷം അടുത്തുള്ള പണം, അതിനേക്കാൾ കൂടുതൽ പണം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ഈ വ്യക്തിപരമായൊരു അടുപ്പം സ്ഥാപിച്ച് ഇയാൾ മുന്നോട്ട് വരികയും പിന്നീട് നമുക്കൊരു ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞു വരുന്നു. ട്രസ്റ്റ് തുടങ്ങുന്നു. അതിനുശേഷം ഈ ട്രസ്റ്റ് വിപുലീകരിക്കുന്ന കാര്യം പറയുന്നു. ട്രസ്റ്റ് വിപുലീകരിച്ച ശേഷം പിന്നീട് വലിയ ജീവകാരുണ്യ രംഗത്ത്, അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമുകൾ, ഈ കുട്ടികൾക്കായുള്ള ഹോമുകൾ തുടങ്ങി വലിയ വലിയ പദ്ധതികൾ ഇവരുടെ തലച്ചോറിലേക്ക് കയറ്റുകയും പിന്നീട് അവർ ആ ഒരു സ്വപ്നത്തിന് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും ഈ ബിജുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിനും അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ഇവർ 2 പേരും പനമ്പള്ളി നഗറിലെ ഓഫീസിൽ എത്തി അവിടെ നിന്നും പണം നൽകി അവിടെ വെച്ച് ഇടപാടുകളൊക്കെ നടത്തിയ ആളുകളാണ്. പിന്നീട് പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പണം നൽകിയിട്ടും ഒരു തരത്തിലുമുള്ള CSR ഫണ്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാവുകയോ ചെയ്യാതിരുന്നപ്പോൾ അവർ ആവർത്തിച്ച് ആ ഓഫീസിലെത്തി. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഓഫീസ് തന്നെ ഉപേക്ഷിച്ച് ബിജു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ അവസ്ഥ, ആരെ ബന്ധപ്പെടണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ, തെരഞ്ഞു പിടിച്ച് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്കുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തട്ടിപ്പുകൾ പുറംലോകത്തെ അറിയിക്കുകയും അയാളുടെ തട്ടിപ്പ് രീതി ഈ ആളുകൾക്കൊക്കെ മുന്നിൽ പ്രയോഗിച്ചത് ഇതേ രീതിയാണ് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകാൻ കഴിയുകയും ചെയ്യുന്നു. വൈദികരടക്കമുള്ള ഒരുപാട് പേരെ ഇയാൾ തട്ടിപ്പിന് വിധേയമാക്കി. ട്രസ്റ്റുകൾ, പ്രത്യേകിച്ചും ഈ ആധ്യാത്മിക രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രസ്റ്റുകൾ, ഈ ക്രൈസ്തവ മേഖലയിലെ ട്രസ്റ്റുകൾ, അല്ലെങ്കിൽ ഹൈന്ദവ സ്വാമിമാരൊക്കെ നടത്തുന്ന ട്രസ്റ്റുകളൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂടുതലും വിധേയമായി എന്ന് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊപ്പം റിൽഷാദ് തന്നെ ഉണ്ട്. രാവിലത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് താൻ ഇത്തരമൊരു തട്ടിപ്പിന് വിധേയമായത് എന്ന് റിൽഷാദിനോട് തന്നെ ചോദിക്കാം. റിൽഷാദ്, എങ്ങനെയാണ് ഈ ആദ്യം ബിജു രാധാകൃഷ്ണനെ നിങ്ങൾ പരിചയപ്പെടുന്നത്? ഞാൻ 2021 ആ സമയത്താണ് ഞാൻ ബിജു രാധാകൃഷ്ണനായിട്ട് പരിചയപ്പെടുന്നത്. ബിജു ജോർജ് ആയിരുന്നു അന്ന് പേര്. ഞാൻ കലൂരിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൂ കളർ ഓടി Q7 വണ്ടിയിലായിരുന്നു പുള്ളി ആദ്യമായിട്ട് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായിട്ട് ബിജു രാധാകൃഷ്ണനെ ഞാൻ അന്ന് കാണുന്നത്. ഞാനും അന്ന് എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ബിജു രാധാകൃഷ്ണനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ഒരു അഭിഭാഷകനാണ്. ഒരുപാട് രീതിയിലുള്ള വലിയ വലിയ കേസുകൾ വരെ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫാദർ ഫ്രാങ്കോ, പുള്ളിയുടെ കേസൊക്കെ ഞങ്ങളാണ് ഹൈക്കോടതിയിൽ വാദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിജു രാധാകൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും. എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് ഇതൊരു ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ രൂപീകരണം എന്ന രീതിയിലേക്ക് വന്നത്? ആരാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്? ബിജു തന്നെയാണ് ഇക്കാര്യം എടുത്തിട്ടത്? അങ്ങനെ ആ ഒരു ബന്ധം, ഞങ്ങൾ സൗഹൃദ ബന്ധം കുറച്ച് നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ സലൂണിലേക്കൊക്കെ പുള്ളി വരാറുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം, ഞാൻ എറണാകുളത്ത് സലൂൺ നടത്തുകയാണ്, സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പായൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ക്ലയൻറ്റും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ 2022 എനിക്ക് എറണാകുളം കാക്കനാടിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. സ്കൂബിയുടെ പെറ്റ് ക്ലിനിക് എന്നൊരു ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പെറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൻ്റെ ഒരു പോസ്റ്റർ
എന്ന് കണ്ട സമയത്ത് തന്നെ ഇദ്ദേഹം ഒരു ഉച്ച സമയത്ത് എന്നെ ബന്ധപ്പെട്ടു. റിൻഷാദ്, നീ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് വരികയാണല്ലോ, അപ്പോൾ നമുക്ക് പെറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാം. അതുമായി ഞാൻ ഓൾറെഡി CSR ഫണ്ടൊക്കെ വലിയ വലിയ കമ്പനികൾ CSR ഫണ്ടൊക്കെ ചെയ്യുന്ന ഒരു കൺസൾട്ടും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് പെറ്റുകൾ, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറുകിട സംഘടനകൾ മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ ആക്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫോറിൻ ഫണ്ടും പുറത്തുനിന്ന് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകളും വലിയ രീതിയിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ഡെയിലിയുള്ള സാധാരണ ഒരു ദിവസം 2 വട്ടം വിളിക്കുന്ന പുള്ളി 3-4 തവണയൊക്കെ എന്തായി എന്ന് നമ്മളെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളോടും ചേർന്നിട്ട് ഞാൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് ഞങ്ങളുടെ ട്രസ്റ്റിന് പേര് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് RD എന്ന് ഉദ്ദേശിക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടന രൂപീകരിക്കുന്നത് ട്രസ്റ്റ് ആക്ട് തന്നെയായിരുന്നു. കാക്കനാടാണ് ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിക്കുന്നത്. 2022 ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ട്രസ്റ്റിൻ്റെ ഫീസായ 50,000 രൂപയോളം ആദ്യം ട്രസ്റ്റിൻ്റെ കൺസൾട്ടിങ് ഫീ ഒക്കെ ആയിട്ട് കൊടുത്തു. പിന്നെ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ മാക്സിമം 10,000 രൂപയെ താഴെ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. 50,000 രൂപയോളം കൊടുത്തു. അങ്ങനെ കുറച്ച് നാളുകൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയായിട്ടുള്ള മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുള്ളി വിളിക്കും. മറ്റേ മരടിലുള്ള ട്രൈബോട്ട് ഹോട്ടലിലും അതുപോലെ തന്നെ കുണ്ടന്നൂറുള്ള ഷുഗർ ഹോട്ടൽ, അതുപോലെ ഹോളിഡേ ഇൻ ഹോട്ടൽ, ചക്രപ്പുറമ്പുള്ള എറണാകുളത്ത് തന്നെയുള്ള ഇവിടെയൊക്കെയായിരുന്നു ഞങ്ങളിങ്ങനെ പ്രീമിയം ലെവലിലുള്ള ഹോട്ടലിലാണ് ഇയാൾ കൂടുതലായിട്ട് വരാറുള്ളത്. അതായത് പുള്ളിയുടെ അന്ന് മുതലേ ഞാനിപ്പം ഈ വിഷയങ്ങളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. പുള്ളിയുടെ ആ പഴയ ആ സമയത്ത് പുള്ളി ഓരോ ആളുകളെ കാണുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രീമിയം ഹോട്ടലിലേ കയറുള്ളൂ, അധികം ആളുകൾക്ക് ഫേസ് കൊടുക്കില്ല. ആ രീതിയിലൊക്കെ പുള്ളി അപ്പോഴും ചോദിക്കും, പറയും ഞാൻ ഒരു ഉയർന്ന അഭിഭാഷകനല്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നമ്മളെ ഇത് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പുള്ളി ആ സമയത്താണ് എന്നോട് പറയുന്നത്, റിൻഷാദെ നമുക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ. ഇതാണ് നമുക്ക് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മളെ CSR ഫണ്ട് ചെയ്തതിനായിട്ട് ബാങ്കുകളിലേക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്രൊജക്റ്റ് രൂപീകരണം. അപ്പോൾ ഞാൻ ഇതാര് ചെയ്യും, ഇത് ഞാൻ തന്നെ ചെയ്യും, പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫീസാവും എന്ന് പറഞ്ഞു. ഞാൻ എത്രയാവും ചോദിച്ചാൽ, റിൻഷാദല്ലേ നീ എൻ്റെ സഹോദരനെ പോലെയാണ്, അനിയനെ പോലെയാണ്, എനിക്ക് ഇത്രയും നല്ലൊരു അനിയനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളെ എന്താ പറയുക, നല്ലൊരു പ്രത്യേക രീതിയിലുള്ള സ്നേഹം കൊണ്ടങ്ങ് വാരി പുളരാന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ളൊരു ബന്ധം തന്നെയായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യം ഗഡുവായിട്ട് കാക്കനാട് വെച്ചിട്ടാണ്, കാക്കനാട് പുള്ളിയുടെ നിഷയുടെ മകൾ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന, നിഷ ഉദ്ദേശിക്കുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം രാവിലെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് 4.5 ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്, ആദ്യം ഗഡു എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് തന്നാൽ നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ടാവും, അത് കഴിഞ്ഞ് ഓരോ ഘട്ടങ്ങളായിട്ട് തരണം എന്ന് പറഞ്ഞാണ് ഞാൻ പല തവണകളായിട്ട് 20 ലക്ഷം രൂപയോളം പുള്ളിക്ക് ക്യാഷായിട്ട് കൊടുത്ത്. അപ്പോൾ ഓരോ തവണ ഞാൻ പറയും സാറേ, അപ്പോൾ എനിക്ക് ചില എമൗണ്ടുകൾ എൻ്റെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും സാറേ നമുക്ക് അക്കൗണ്ട് ആയപ്പോൾ അയ്യോ റിൻഷാദ് അക്കൗണ്ട് പറ്റില്ല, നീ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ഞാൻ എന്തോരം കമ്പനികളുടെ ലീഗൽ അഡ്വൈസറാണെന്നറിയോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഫണ്ട് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ക്യാഷായിട്ട് തന്നാൽ മതി മോനെ, നീ ഇത് തന്നിട്ട് പിന്നെ ഞാൻ അതും കൊണ്ട് അതിൻ്റെ പുറകെ ഇത് കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. അങ്ങനെ പുള്ളി അത് എങ്ങനെയും ക്യാഷായിട്ട് വാങ്ങിയെടുക്കാനുള്ളൊരു ത്വരയായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. ക്യാഷായിട്ട് വാങ്ങിയെടുത്ത്, അതായത് തട്ടിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിലൂടെയാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2019 അദ്ദേഹം ഭാര്യ കൊന്ന കേസിൽ ജയിൽ വിമുക്തനാവുന്നത്, കോടതി വെറുതെ വന്നത്. പിന്നെ ഞാൻ 2021 ഇയാളെ പരിചയം. അപ്പം ആകെ ഒരു 1.5-2 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇദ്ദേഹം പല രൂപമാറ്റങ്ങളൊക്കെ വരുത്തി എൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം തന്നെ. അങ്ങനെ പല ടൈമുകളായിട്ട് ഇയാളിൻ്റെ 20 ലക്ഷം രൂപയോളം വാങ്ങിയെടുക്കുന്നു. പിന്നെ കേരള സർക്കാർ കൊടുക്കുന്ന 2 IC ആംബുലൻസുകൾ, എല്ലാവിധ സൗകര്യത്തോടും കൂടി IC ആംബുലൻസുകൾ 2 ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിന് കൈക്കൂലായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് 7 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അടുത്ത ഘട്ടങ്ങളായിട്ട് വാങ്ങിയെടുത്തു. അതിൽ ഒരു സമയം ഞങ്ങളുടെ ഓഫീസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരാളെ വിട്ടായിരുന്നു, ജോർജ് എന്ന് പറഞ്ഞ ഒരാളെയൊക്കെ പുള്ളി വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓഫീസ് വെരിഫിക്കേഷൻ ചെയ്യാനും മറ്റൊന്നും മറിച്ചതിനൊക്കെ ആയിട്ടാണ് പുള്ളി ആളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പുള്ളിക്ക് ബിജുവിനെ തന്നെയാണ് രാവിലെ, എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആയി ആ സമയത്താണ് പുള്ളിയുടെ കയ്യിലാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഈ ആംബുലൻസിന് വേണ്ടിയുള്ള പൈസ കൊടുക്കുന്നത്. പിന്നെ ബാക്കി പ്രോസസ്സിങ് പേപ്പർ വർക്കുകൾ, അതായത് നമുക്ക് വിദേശത്ത് നിന്ന് CSR ഫണ്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ ട്രസ്റ്റിലേക്ക് ബാക്കി ഫണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് നമുക്ക് FCR വേണം. FCR ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനും കൊടുക്കാനൊക്കെ ഉള്ള ഇതുള്ളൂ, സ്വീകരിക്കാനുള്ള അവകാശം ഇതുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി FCRക്ക് വേണ്ടി അതിൻ്റെ പേപ്പർ വർക്കുകളും ബാക്കി കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം
2 ലക്ഷം രൂപ, പിന്നെ പല ഒറ്റ തവണയിലല്ല കൊടുത്തത്, എല്ലാം ഞാൻ ആദ്യം 50 കൊടുക്കും, പിന്നെ 25 കൊടുക്കും, 30, അങ്ങനെ പല ടൈമുകളായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 2 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് എത്രയും പെട്ടെന്ന് റെഡിയായി തരും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ മെമ്പർമാരോട് ഒരു മീറ്റിംഗ് വിളിക്കണം. വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ നിങ്ങളെ ട്രസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ട്രീറ്റ് ഡോഗുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ചിലവാക്കാനുള്ളത് കേരളത്തിലേക്ക് നിങ്ങളെ ട്രസ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അടുത്ത തട്ടിപ്പിലേക്ക് പുള്ളി കിടന്നു. നിങ്ങൾ അങ്ങോട്ട് പോകണം, അതിന് ആരൊക്കെയാണെന്ന് നോക്ക്, വിസയും കാര്യങ്ങളൊക്കെ, ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ വിരാട് കോഹ്ലിയിലേക്ക് നിങ്ങൾ പോകണം, അവിടെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അടുത്ത തട്ടിപ്പിലേക്കും പുള്ളി എന്ത് ചെയ്തിരുന്നു, കടന്നിരുന്നു. ആ രീതിയിലാണ് നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും എമൗണ്ട് സാറേ, ഇനിയും നമുക്ക് പൈസ മുടക്കാൻ നല്ല പൈസ കിട്ടുന്നില്ലല്ലോ. ആ പൈസ മുടക്കണം, പൈസ മുടക്കിയാൽ മാത്രമല്ല പൈസ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 1-2 രൂപയല്ലല്ലോ തരാൻ പോകുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഓൾറെഡി നിങ്ങളെ പ്രൊജക്റ്റ് അംഗീകരിച്ചു 300 കോടി രൂപ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു 300 കോടി രൂപ ലോണായിട്ട് നിങ്ങളുടെ ട്രസ്റ്റിലേക്ക് തരികയാണെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾ തിരിച്ചടക്കും? അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഒരു എന്താ പറയുക, പ്രായമുള്ള ആളുകൾ പൈസ വാങ്ങിയിട്ട് പ്രായമുള്ള ആളുകൾ സംരക്ഷിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പോലെ തന്നെ ഒരു ഇത് റിട്ടയർമെൻറ്റ് ഹോം, അതിൻ്റെ പ്രൊജക്റ്റൊക്കെ പുള്ളി ചെയ്ത് തന്നിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ഹോം രൂപീകരിക്കാം, എന്നിട്ട് അതിന് മാസം 50,000 60,000 ഒക്കെ ഫീസ് വെച്ചിട്ട് വിദേശത്തുള്ള മക്കളെ കയ്യിൽ നിന്ന് നമുക്ക് അമ്മമാർക്ക് വേണ്ടി അവർ തരും. ഇതൊക്കെ ഒരാളൊക്കെ ഏറ്റെടുക്കുന്നതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലോൺ അടക്കാൻ നമ്മൾ ഞാൻ പ്രൊജക്റ്റൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഓരോ ടൈമിലും പല രീതിയിലും പല രൂപത്തിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ട്രസ്റ്റിലേക്ക് വേണ്ടി 5 ഏക്കർ സ്ഥലം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് പോയി. കോടനാട് എന്ന സ്ഥലത്ത് സ്ഥലമൊക്കെ പോയി കണ്ടു. ആ സ്ഥലം പോയി കാണാൻ വേണ്ടി പുള്ളി കാറിൽ വന്നതിന് വരെ 20,000 രൂപ പുള്ളി ഫീസ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് രാവിലെ ഇവിടെ വരുന്നു, 2 മണിക്കൂറോളം മീറ്റിംഗ് നടത്തുന്നു, പോരുന്നു. അതിന് വേണ്ടി വരെ പുള്ളി 20,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പുള്ളി ഫീസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായി, ഒറ്റ തവണ അങ്ങ് കൊടുത്തതല്ല, ഓരോ ഘട്ടങ്ങളായി നമുക്ക് ഇന്ന് വരും 45 കോടി, നാളെ 100 കോടി വരും, അടുത്ത മാസത്തോട് കൂടിയിട്ട് ഫണ്ട് കൺഫേം ആണ്. ഫണ്ട് ഇപ്പം ഒരു 80% വർക്ക് പൂർത്തിയായി, 20% കൂടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് പുള്ളി ഇങ്ങനെ പൈസ വാങ്ങിയെടുക്കാനുള്ള ത്വര ഭയങ്കരമായിരുന്നു പുള്ളിക്ക്. ഈ ഓഫീസിൽ ചെന്നാൽ എങ്ങനെ, അവിടെ മറ്റാളുകളൊക്കെ വരാറുണ്ടായിരുന്നു ഈ ഇടപാടുകൾക്ക് ഈ ഫണ്ട് വാങ്ങാം എന്ന് പറഞ്ഞ്? എങ്ങനെയായിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ? പനമ്പള്ളി നഗർ ഓഫീസിലല്ലേ നിങ്ങൾ പോയിരുന്നു? പനമ്പള്ളി നഗറിലുള്ള ഓഫീസിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യമൊന്നും ഓഫീസ് അറിയില്ലായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിത പുള്ളി പറഞ്ഞു നിൻഷാദിൻ്റെ ഓഫീസിൽ വന്നാൽ മതി എന്ന്. അപ്പോൾ ഞാൻ സാറേ എവിടെയാണ് വരേണ്ടത്? അപ്പോൾ ഞാൻ വക്കീലാണല്ലോ, സാധാരണ വക്കീൽമാരുടെ ഓഫീസ് ഹൈക്കോടതി എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതിൻ്റെ അടുത്താണല്ലോ. അല്ല അവിടെയല്ല, പനമ്പള്ളി നഗർ എൻ്റെ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പനമ്പള്ളി നഗറുള്ള ഓഫീസിലേക്ക് പോകുന്നത്. ഇയാളെ കാണാൻ വേണ്ടി നമ്മൾ ക്യൂ വെയിറ്റ് ചെയ്യണം. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പുള്ളിയുടെ അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് അനുപമ എന്ന് പറഞ്ഞ ലേഡിയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കൂടെ എപ്പോഴും ഉണ്ട് അനുപമ എന്ന ലേഡിയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയറിലിരുന്ന് ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടം അടുത്ത ഓഫീസിലേക്ക് വന്നു. അവിടെ നിന്നെല്ലാം പാസ്സാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ബിജു രാധാകൃഷ്ണൻ്റെ ടേബിളിലേക്ക് എത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണെല്ലാം സൈലൻ്റ് ആക്കി പുള്ളിയുടെ സോഫ സെറ്റും ഒരു ലക്ഷറി രീതിയിൽ അറേഞ്ച് ചെയ്ത ഓഫീസായിരുന്നു. വലിയ വില കൂടിയ ഫർണിച്ചർ, ഡാംബ്രോ പോലെയുള്ള വില കൂടിയ ഫർണിച്ചറുകളും അത്രയും വലിയ രീതിയിലുള്ളതായിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഇയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ, പിന്നെ അത് കഴിഞ്ഞു 1 മാസത്തിന് ശേഷം പിന്നെ കാണാൻ പോയപ്പോൾ പുള്ളി ഓഫീസ് ആകെ അടപടലം മാറി. അന്ന് 2 റൂം ഉണ്ടായിരുന്നത്, പിന്നെ ആ ഫ്ലോർ മുഴുവൻ ഇദ്ദേഹം എടുത്തു. ആ ഫ്ലോർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ സെറ്റപ്പായിരുന്നു ആ ഫ്ലോർ മുഴുവൻ തന്നെ. അപ്പം ഇദ്ദേഹം അടുത്ത ആരോ പറ്റിച്ചു, അടുത്ത പൈസയിലേക്ക് കടന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്നത്, ഞാൻ ഒരു 100-ൽ 70% ആളുകളും പുരോഹിതന്മാരായ ആളുകളാണ്. പള്ളിയിലെ പുരോഹിതന്മാരായ ആൾ. ഇവർ കേസിന് പോവില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. ബിജു രാധാകൃഷ്ണന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് അങ്കമാലിയിലുള്ള കുറച്ച് അച്ഛന്മാരൊക്കെ കുടുങ്ങിയത്. അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തേണ്ടി വന്നാൽ നമുക്ക് വെളിപ്പെടുത്താമെന്ന് വരാം. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ വരെ ഡയാലിസ് സെൻറ്ററിന് വേണ്ടിയിട്ട് 100 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വരെ ബിജു രാധാകൃഷ്ണന് പൈസ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഇയാളെ കാണാൻ വരുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഇദ്ദേഹത്തിൻ്റെ അന്വേഷിച്ച് പോയപ്പോഴാണ് തൊട്ടടുത്തുള്ള നെയ്ബേഴ്സും അപ്പുറത്തുള്ള ഓഫീസുകാരൊക്കെ പറയുന്നത് ഇയാളെ കാണാൻ വരുന്നതിൽ 90% അച്ഛന്മാരും അമ്പലത്തിലെ ശാന്തിമാരും സ്വാമിമാരും കാഷായ വസ്ത്രം ഇട്ട ജുബ്ബയിട്ട ആളുകളാണ് ഇയാളെ കാണാൻ വരുന്നു. അതും മലയാളികൾക്കപ്പുറം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർണാടകയിലും തമിഴ്നാടും ഇയാൾ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസുകളൊക്കെ ഇയാൾ തന്നെ, ഒരു ജഡ്ജിയുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഇയാൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ വേറെ ട്രസ്റ്റുകാരും ഇയാളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വലിയ രീതി തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും നല്ല രീതിയിലുള്ള തട്ടിപ്പ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെന്നൈയിലെ ആഡംബര ഓഫീസാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്.
പുള്ളി ചെന്നൈൻ്റെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ചെന്നൈയിൽ ആഡംബര ഓഫീസാണ് ഇപ്പം അദ്ദേഹത്തിന് അവിടെ ഉള്ളത്. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഈ CSR ഫണ്ടിന് വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കൺസൾട്ടൻറ്റ് വരെ അതിന് അവിടെ PR വർക്ക് ചെയ്ത് കസ്റ്റമറെ പിടിച്ചു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഏജൻസി വരെ അവിടെ സംവിധാനമുണ്ട്. കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ആളുകളെ കാക്കനാടത്തെ ഓഫീസിലേക്ക് ആളുകളെ വിടുന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ കാക്കനാട് ഓഫീസിന് ഫ്രണ്ട് പോയാൽ ഫുൾ TN രജിസ്ട്രേഷനുള്ള, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള, കർണാടക രജിസ്ട്രേഷനുള്ള ടാക്സി വാഹനങ്ങളും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് തൊട്ടടുത്തുള്ള റെക്ക ക്ലബ്ബിലെ സെക്യൂരിറ്റീസൊക്കെ സംസാരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു പറ്റിക്കലാണ് എന്ന് മനസ്സിലാവുകയും ഈ പണം തിരികെ ചോദിച്ചിരുന്നു, അപ്പോൾ എന്താണ് പ്രതികരിച്ചത്? എങ്ങനെയാണിത് ബിജു രാധാകൃഷ്ണനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് എൻ്റെ സുഹൃത്തായ ഏലിയാസ് രാജുവിന് വലിയൊരു എമൗണ്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏലിയാസ് ഒരു ദിവസം രാവിലെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. റിൻഷാദെ, ഞാൻ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറയുകയും, അങ്ങനെ ഞാൻ ആ വീഡിയോ ഓപ്പൺ ആയപ്പോൾ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി. അത് നമ്മൾ ഇത്രയും നാൾ തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തായി കണ്ട, ഒരു ബ്രദറായിട്ട് കണ്ട, ഒരു അഡ്വക്കറ്റായിട്ട് കണ്ട ഇത്രയും വലിയൊരാളാണ് സോളാർ കേസിൽ 1-ാം പ്രതി ബിജു രാധാകൃഷ്ണൻ എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നെട്ടിപ്പോയി. അപ്പം തന്നെ ഏലിയാസിനെ തിരിച്ചു വിളിച്ചു. ഏലിയാസ് പറഞ്ഞു, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആളത് തന്നെയല്ലേ ചോദിച്ചു. ഞാൻ അതന്നെയാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഏലിയാസിന് വേറെ സുഹൃത്ത് അയച്ചു കൊടുത്താ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇത് ഇങ്ങനെ ആളില്ലെന്ന്. അപ്പോഴാണ് ഞാൻ നെട്ടിപ്പോയി. ഞാൻ അന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബിജുവിനെ അതുവരെ എനിക്ക് ബിജു രാധാകൃഷ്ണൻ എന്നറിയില്ല, ബിജു ജോർജ് അല്ലെങ്കിൽ ബിജു പൗലോസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുവരെ സത്യം പറഞ്ഞാൽ അത്രയും ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു നിമിഷത്തിലാണ്, അതായത് എലിയാസിനെ ഒരു വൈദികൻ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു, ആ ലിങ്ക് റിൽഷാദിന് അയക്കുന്നു. അങ്ങനെയാണ് തട്ടിപ്പിൽ നിന്നും താൻ കബളിപ്പിക്കപ്പെട്ടതായി റിൽഷാദിന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീടാണ് നമ്മുടെ വാർത്തയടക്കം പുറത്തു വന്നതും ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ സമഗ്രമായൊരു അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പ് രീതികളെന്ന് വിശദീകരിക്കുകയായിരുന്നു പരാതിക്കാരനായ മലപ്പുറം സ്വദേശി റിൽഷാദ്. ഇതുപോലെ നിരവധി ആളുകൾ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. പലരും ഒരുപക്ഷെ നാണക്കേട് കാരണം ഈ പരാതി നൽകാത്തതായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് വരാത്തതായിരിക്കാം. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതൽ തട്ടിപ്പിന് ഇരകളായത് എന്ന് റിൽഷാദ് പറയുന്നു. മാത്രമല്ല, നിലവിൽ പോലീസിൻ്റെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് ബിജു രാധാകൃഷ്ണൻ നടത്തിയെന്ന്. പക്ഷേ ഇതല്ല കണക്ക്. യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ കേരളം തന്നെ ഞെട്ടുമായിരിക്കും. കാരണം സോളാർ തട്ടിപ്പിനേക്കാളും വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഈ CSR ഫണ്ട് തട്ടിപ്പിൻ്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ 2ാമത്തെ അറസ്റ്റും ഉടൻ ഉണ്ടാകും. വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ 2ാമത്തെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തും. ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ഉണ്ടാകുക. അറസ്റ്റിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് യഥാർത്ഥ വാജിവാഹനമാണോ എന്നതിൽ SIT പരിശോധന നടത്തുകയാണ്. ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷകൾ തള്ളി. പോറ്റിക്കെതിരെ തെളിവ് ശേഖരണം തുടരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി VV വിനോദും S വിനേഷും ചേരുന്നു. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, കഴിഞ്ഞ ദിവസം ഈ തന്ത്രിയുടെ 2ാമത്തെ കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്ന് കോടതിയെ അനുമതി നൽകിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് SITയുടെ തുടർ നീക്കങ്ങളെന്നറിയണം. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് SITക്കെതിരെ ഉന്നയിച്ചത്. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം ഈ നിലവിലെ കണ്ടെത്തലുകൾ, തന്ത്രിയുടെ ഈ പങ്ക് എങ്ങനെയാണ്, അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്?
ടോം, രണ്ടാമത്തെ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പായി. കഴിഞ്ഞ ദിവസം അറസ്റ്റിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. SIT വളരെ വൈകാതെ തന്നെ ഈ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നേരത്തെ ആദ്യത്തെ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് റിമാൻഡ് തുടരുകയാണ്. ഇതിനിടയിലാണ് ഇനി വീണ്ടും രണ്ടാമത്തെ അറസ്റ്റ് കൂടി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും വീണ്ടും തന്ത്രി ജയിലിൽ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനം കഴിഞ്ഞ ദിവസം SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിലെ നിയമവശങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതായത് വാജി വാഹനം ശബരിമലയിലെ കൊടിമരത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രിക്ക് അനുവാദമുണ്ടോ, അതിന് ദേവസ്വം ബോർഡിൻ്റെ അനുമതി വാങ്ങിയിരുന്നോ, അല്ലെങ്കിൽ നിയമപരമായി അതിന് കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ദൈവവിധി അനുസരിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു മാനുവൽ അനുസരിച്ചൊക്കെ തന്നെ ആ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന വിവരമാണ് വരുന്നത്. കാരണം ഈ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന തടി, അങ്ങനെ തടി കൊണ്ടുള്ള വസ്തുക്കൾ കേടായാൽ അത് അഗ്നിക്കിരയാക്കണമെന്നും ലോഹമാണെങ്കിൽ അത് ഉരുക്കി മാറ്റണമെന്നും അല്ലെങ്കിൽ മറ്റ് തരത്തിൽ ഉപയോഗിക്കണമെന്നും ഒക്കെയാണ് ആ ഒരു വിധി ഉള്ളത്. അതിനെ മറികടന്നുകൊണ്ട് തന്ത്രി ഈ വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോയത് നിയമപരമായി ശരിയല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോഴുള്ള കേസിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന നില കൂടി ഉണ്ടാകും. അതും തന്ത്രിക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. വാജിവാഹനം ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് യഥാർത്ഥ വാജിവാഹനമാണോ എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നുണ്ട്. അത് നേരത്തെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന യഥാർത്ഥ വാജിവാഹനം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടത്തിയോ എന്ന തരത്തിലുള്ള സംശയമാണ് അവശേഷിക്കുന്നത്. ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. നേരത്തെ സ്വർണ്ണപ്പാളികളുടെ പരിശോധന നടത്താൻ ISROയെ ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലം വന്നിട്ടില്ല. അതുപോലെ തന്നെ വിശദമായ ഒരു പരിശോധന വാജിവാഹനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും. ഈ കേസുകൾ ഉയർന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമീപകാലത്ത് ഇത് വിവാദമാകുന്ന സമയത്ത് വാജിവാഹനം തിരികെ ഏൽപ്പിക്കാൻ തന്ത്രി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഈ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം, ദേവസ്വം ബോർഡിൻ്റെ മുൻ ഭാരവാഹികളും കഴിഞ്ഞ പ്രശാന്തിൻ്റെ സമയത്തുള്ള ആളുകളുമൊക്കെ തന്നെ വിവാദത്തിൽ ഉൾപ്പെടുന്ന ഒരു നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് വാജിവാഹനം തിരികെ വാങ്ങിയിരുന്നില്ല. ആ വാജിവാഹനമാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ SIT കണ്ടെത്തിയത്. ഇനി അതിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ നിയമോപദേശം തേടും. കൂടുതൽ കേസുകൾ തന്ത്രിക്കെതിരെ എടുക്കണമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും SIT ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ശങ്കർദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ സുപ്രീം കോടതിയിൽ അടക്കം പോയപ്പോൾ വിചാരണ കോടതിയെ സമീപിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നത് കോടതി ഒരു വിമർശനമായി നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തീർത്തും അദ്ദേഹം അനാരോഗ്യവാനാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ. അതാണ് വിനോദ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ട് ശങ്കർദാസിനെ ഇതുവരെയും ചോദ്യം ചെയ്തില്ല? കാരണം പ്രതി ചേർത്ത അന്ന് മുതൽ ശങ്കർദാസ് ആശുപത്രിയിലാണ്. കാരണം അതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കോടതി അത്തരമൊരു ചോദ്യം ചോദിച്ചത്. ഒരു SP-യുടെ പിതാവ്, പോലീസ് ഉന്നതൻ്റെ പിതാവായതുകൊണ്ടാണോ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SIT സ്വാഭാവികമായും പ്രതിരോധത്തിലായിട്ടുണ്ട്. നടപടി സ്വീകരിച്ചേ പറ്റൂ. ഇത്രയും ദിവസം പോലീസ് ഉന്നതൻ്റെ പിതാവായതുകൊണ്ട് ശങ്കർദാസിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. കോടതിയുടെ കർശനമായ നിർദ്ദേശവും ഇടപെടലും ഉള്ളതുകൊണ്ട് ഇനിയും ഈ അറസ്റ്റ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ? കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ അറസ്റ്റ് തടയുന്ന അല്ലെങ്കിൽ അറസ്റ്റിന് അതൊരു തടസ്സമായി നിൽക്കുമ്പോഴും SITയുടെ ശങ്കർദാസിൻ്റെ കാര്യത്തിലുള്ള നിലപാടെന്തായിരിക്കും? ഈ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്കുന്ന നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോം, ശങ്കർദാസിൻ്റെ ആരോഗ്യം തീർത്തും മോശമാണെങ്കിൽ അത് സംബന്ധിച്ച റിപ്പോർട്ട്
പോലീസ് അന്വേഷണ സംഘം SIT കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അതായിരിക്കും ഒരു പക്ഷേ SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അടുത്ത നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു ആരോഗ്യാവസ്ഥയിലാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടാകുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് തന്നെ ഉയർത്തിയതാണ്. കോടതിയും അത്തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവായതുകൊണ്ടാണോ ശങ്കർദാസിൻ്റെ അറസ്റ്റ് നടക്കാതെ പോകുന്നതെന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നൊരു കാര്യമുണ്ടായി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശങ്കർദാസ് നേരത്തെ മുതൽ ചികിത്സയിലാണ് എന്ന വിവരം അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തീർത്തും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് പോലീസ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടി വരും. അതിൽ അല്ലാതെ അറസ്റ്റിലേക്ക് പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശങ്കർദാസും വിജയകുമാറുമാണ് 2 അംഗങ്ങളായി മുൻപ് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളുടെ അറസ്റ്റ് നടന്നു, രണ്ടാമത്തെ ആളിൻ്റെ അറസ്റ്റാണ് വൈകുന്നത്. അത് സംബന്ധിച്ചുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ മെഡിക്കൽ റിപ്പോർട്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുക. ടോം. യെസ്, അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിട്ടുണ്ട്. പോറ്റിക്കെതിരായ തെളിവ് ശേഖരണം തുടരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്ന കാര്യവും. എന്തൊക്കെ തെളിവുകളാണ്? ഇനിയും ഈ കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ആ ഒരു കാരണം തന്ത്രിയിൽ അവസാനിക്കുന്നതാണോ ഈ ശബരിമല സ്വർണ്ണക്കള്ളയുടെ അന്വേഷണം, അതോ ഇനിയും കൂടുതൽ ഉന്നതർ കുടുങ്ങുമോ, കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ? ടോം, 10 അറസ്റ്റുകൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ ഈ സ്വർണം എവിടേക്ക് പോയി, എവിടേക്കാണ് കടത്തിയത്, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊന്നും തന്നെ മറുപടി കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലമായി മഹസറിൽ തിരിമറി നടത്തുന്നു. അത് 2019 മുൻപ് തന്നെ ഇത്തരത്തിൽ അവിടെ നിന്നുള്ള വസ്തുവകൾ പോയിരുന്നു. അല്ലെങ്കിൽ കൊടിമരം അതിൻ്റെ നവീകരണം നടന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണെന്ന് പറയുന്നു. അത് അങ്ങനെയെങ്കിൽ UDF സർക്കാരിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ശബരിമലയിൽ നിന്ന് വസ്തുക്കൾ പുറത്തേക്ക് പോയി, വാജിവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോയി എന്ന വിവരമാണ് വരുന്നത്. അത് ശരി ആകുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിൽ അത് സ്ഥിരീകരിക്കുമ്പോഴും എവിടേക്കാണ് ഈ വസ്തുക്കൾ പോകുന്നത്? ഡി മണിയെ പോലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ ഡി മണിക്കൊന്നും ഇതിൽ വലിയ കാര്യമായ പങ്കില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പിന്നീട് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ കൊണ്ടുപോയ വസ്തുക്കൾ എവിടേക്ക് പോയി? ഈ കേസിൻ്റെ 2 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ SITക്ക് ഒരു തരത്തിലും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രതികളെ പിടികൂടുന്നു, അവർക്ക് മേലുള്ള FIRകൾ തയ്യാറാകുന്നു, ഒരുപക്ഷെ കുറ്റപത്രം കോടതിക്ക് മുമ്പിലെത്തും, ഇവർ ചെയ്ത തെറ്റുകൾ അതിൽ പറയും. പക്ഷേ അപ്പോഴും പ്രതികൾക്ക് ഒരുപക്ഷെ അനുകൂലമായി മാറാൻ കഴിയുന്നത് ഇത് എവിടേക്ക് കൊണ്ടുപോയി എന്നത് SITക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യം BJP ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു, ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. മാത്രമല്ല ED ഈ കേസിലേക്ക് വ്യക്തമാണ്. വിനീഷ് കൂടി ചേരുന്ന കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, അല്പസമയത്തിനകം ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പ്രോസിക്യൂഷന്റെ, പോലീസിന്റെ നിലപാട് എന്താണ്? മാത്രമല്ല അതോടൊപ്പം ഈ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ട്, ICUവിലാണ് എന്നൊക്കെ ഉള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് SIT കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? തോമസ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബോർഡ് മുന്നംഗം KP ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് മറ്റന്നാൾ പരിഗണിക്കാൻ വേണ്ടി കോടതി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 16-നാണ് പരിഗണിക്കുക. ഈ കോടതി ആവശ്യപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇന്ന് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. തുടർന്നാണ് ഈ കേസ് 16-ന് മാറ്റാനായിട്ട് ഇപ്പോൾ കോടതി 16-ന് മാറ്റുന്നത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി തള്ളിയിട്ടുണ്ട്. 2 കേസുകളുടെയും ജാമ്യ ഹർജിയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ ഈ 2 കേസിലുള്ള ഹർജി കോടതി തള്ളുകയായിരുന്നു. ആദ്യം അറസ്റ്റിലായ ആളാണെന്നും
തനിക്ക് 90 ദിവസം താൻ അറസ്റ്റ് ചെയ്തതിനു ശേഷം 90 ദിവസമാകുന്നു എന്നുമാണ് പോറ്റി കോടതിയിൽ പറഞ്ഞത്. ഇതിൽ നിന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു. ഇതിൽ തൊണ്ടുമുതലുകൾ കണ്ടെടുക്കാൻ ഇനിയുമുണ്ട്. അത് അത്തരത്തിലുള്ള കേസിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്ന് വാദിച്ചത്. ഇത് അംഗീകരിച്ചാണ് ജാമ്യ ഹർജി കോടതി തള്ളിയത്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞു. UK-യിൽ നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുന്നു. അതിരാവിലെ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തു. രാഹുലിനെ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തില്ല. എന്നാൽ ചോദ്യം ചെയ്യലിനോട് രാഹുൽ ഇതുവരെയും സഹകരിച്ചിട്ടില്ല. നിർണായക തെളിവുകളുള്ള ഫോണിന്റെ പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായിട്ടില്ല. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. ചോദ്യം ചെയ്യലിൽ രാഹുലിന്റെ നിസ്സഹകരണം SIT കോടതിയെ അറിയിക്കും. അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും അതിജീവിത പരാതി നൽകി. തനിക്കെതിരായ സൈബർ ആക്രമണം തടയാൻ ഇടപെടണമെന്നാണ് ആവശ്യം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. പാലക്കാടേക്ക് എത്തിക്കില്ല എന്നാണ് വിവരം. എന്താണ് നിലവിൽ അന്വേഷണത്തിന്റെ പുരോഗതി? കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിന്നാലെയാണ് കനത്ത സുരക്ഷാ വലയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇന്ന് പുലർച്ചെ ക്ലബ് 7 ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. വലിയ പോലീസ് വ്യൂഹത്തിന് നടുവിലാണ് രാഹുലിനെ അവിടേക്ക് എത്തിച്ചത്. ഏതാണ്ട് 15-20 മിനിറ്റ് സമയം മാത്രമാണ് ഈ ഹോട്ടലിൽ ചെലവഴിച്ചത്. അവിടെ നിന്ന് ഈ യുവതിയെ തനിക്ക് പരിചയമുണ്ടെന്നും സംസാരിക്കാനാണ് അവിടേക്ക് എത്തിയതെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് സംസാരിച്ചു. ക്ലബ് 7 ഹോട്ടലിൻ്റെ രജിസ്റ്ററിൽ രാഹുൽ BR എന്ന് രേഖപ്പെടുത്തിയ രജിസ്റ്റർ ബുക്ക് 2024 ഏപ്രിൽ 8-ാം തീയതിയുള്ള ആ രേഖകൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലുമായി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് അന്വേഷണ സംഘം നൽകുന്നത്. അവിടെ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്മാർട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതായത് കോടതിയിൽ ഈ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ആക്കി വേണം സമർപ്പിക്കാൻ. അതിനുവേണ്ടി ഫോൺ അൺലോക്ക് ആക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന മറുപടിയാണ് അന്വേഷണ സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അതായത് തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകും, അതുകൊണ്ട് ഫോൺ അൺലോക്ക് ചെയ്യാനാവില്ല എന്ന് അന്വേഷണ സംഘത്തോട് രാഹുൽ പറയുകയായിരുന്നു. പിന്നീട് ഈ യുവതി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, അത് നിങ്ങളുടെ പണിയല്ലേ എന്ന മറുപടിയാണ് രാഹുൽ നൽകിയത്. അങ്ങനെ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല, എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളടക്കം അടുത്ത ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിക്കും. പോലീസ് റിപ്പോർട്ടും സമാനമായ തരത്തിൽ തന്നെയാകും. അതായത് അന്വേഷണത്തോട് സഹകരിക്കാതെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പോലും തയ്യാറാകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തെ വഴിമുട്ടിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് SITയുടെ
രേഷ്മയുടെ വാദം. ആ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കും. അങ്ങനെയെങ്കിൽ അത് ജാമ്യാപേക്ഷയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് സൂചന. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ചില രേഖകളടക്കം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തെളിവെടുപ്പ് നടന്നത് എന്നാണ് വിവരം. എന്തായാലും പാലക്കാട്ടേക്ക് ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ, അതായത് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് മുമ്പ് പാലക്കാട് എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടാകില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അത് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടായിരിക്കും വീണ്ടും തെളിവെടുപ്പിന്റെ ഭാഗമായി പാലക്കാട്ടേക്ക് എത്തിക്കുക. എന്തായാലും അതിനിടയിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല. മാത്രമല്ല, രാഹുൽ ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. സ്വാഭാവികമായും ഇത് ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിക്ക് ഇത് തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ലേ? കാരണം തെളിവുകൾ പലതും കൈമാറാൻ തയ്യാറായിട്ടില്ല. ഫോണിൻ്റെ പാസ്വേഡ് കൈമാറുന്നില്ല, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ഇത് അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളിയാകുന്നുണ്ടോ? അതായത് 21-ാം തീയതി ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ആ 3ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ കേസിലാണ് റിമാൻഡിലായ രാഹുലിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പെരുമാറ്റം കൃത്യമായി അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. ആ കോടതിയായിരിക്കും തുടർന്ന് ഏത് തരത്തിൽ വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ളതിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുക. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതിനിടയിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും അന്വേഷണ സംഘം സജീവമാക്കിയിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഈ പരാതിക്ക് കോടതിയിൽ നിയമസാധുത ലഭിക്കുകയുള്ളൂ. എന്തായാലും 21-ാം തീയതിക്ക് മുമ്പ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ പരമാവധി തെളിവുകളും ആദ്യ അതിജീവിതയുടെ പരാതിയിലും അതിനുശേഷം വന്ന പരാതിയിലുമൊക്കെ ഉണ്ടായ പോലീസിൻ്റെ അന്വേഷണത്തിലെ കണ്ടെത്തലുകളടക്കം ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിൽ പോകുന്നത്. വയനാട് ബത്തേരി സ്വദേശികളായ ജിനേഷിൻ്റെയും ഭാര്യ രേഷ്മയുടെയും മരണത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയയാണ്. അസ്വാഭാവിക മരണങ്ങളിൽ വീട്ടുകാരിൽ നിന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ജിനേഷുമായി പണമിടപാട് നടത്തിയവരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പരാതിയിൽ പരാമർശിക്കുന്ന 3 പേരിൽ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ബാക്കി 2 പേരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർ താമരശ്ശേരിയിലെ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ കൂടുതൽ വിശദീകരിക്കാനും അതിനൊന്നും ഇപ്പൊ നേരമില്ല. അപ്പൊ ഉള്ള കാര്യമാണ് പറയാ. അപ്പൊ അതൊക്കെ അടന്ന് പിൻവലിച്ചേക്കത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എങ്ങനെ നമ്മൾ പറഞ്ഞാണല്ലോ നമ്മളെ വണ്ടി എന്തും വിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി പ്രശ്നമൊന്നും ഇല്ലാന്ന് വണ്ടിയും നമ്മളെ മുതലും കൊണ്ട് വിട്ടുതരിക. ഞാനതാണ് നിന്റെ അടുത്ത് പറയാം. കൂടുതൽ വർത്താനത്തിനൊന്നും ഇപ്പൊ നേരമില്ല. പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലുണ്ടോ? ഇല്ല മോനെ, ഇല്ലെങ്കിൽ ബാക്കിന് എനിക്ക് ഇതില് സിനിമയിൽ പറഞ്ഞോട്ട് ഡയലോഗ് പേടിപ്പിക്കാനൊന്നും നേരമൊന്നുമില്ല. അതുകൊണ്ട് സമയമില്ല. പെട്ടെന്ന് തീർത്തിട്ട് പോകാനുള്ള വേറെ ഇടപാടുകളാണ്. മനസ്സിലാണ്ട? അപ്പൊ ചെയ്തേക്കണ ഇടപാട് തീർത്തേക്ക്. അതായിരിക്കും എനിക്കും നല്ലത്. എനിക്ക് കൂടെ ഉള്ളവർക്കും നല്ലത്. എല്ലാവർക്കും അതായിരിക്കും നല്ലത്. ഇപ്പൊ ആരാ വിളിക്കുന്നത്? എന്താ പേര് വെളിപ്പെടുത്താൻ പറ്റൂലേ? ഡീറ്റെയിലൊക്കെ ഞാൻ പിന്നെ പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒക്കെ അയച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഒന്നാണ് പിൻവലിച്ചേക്കിനി. അതായത് കുറച്ചുകൂടി നല്ലത് എനിക്ക്. മനസ്സിലാണ്ടോ? വിളിക്കണം വേണ്ടെന്നുള്ള നമ്മളൊന്ന് ആലോചിക്കാട്ടോ. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി ചേരുന്നുണ്ട്. ജയരാജ്, ജിനേഷിൻ്റെയും ഭാര്യ രേഷ്മയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയാണ് 2 പേരുടെയും മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ ആരോപിക്കുന്നുണ്ട്. ചില ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ, അതായത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് ഈ പുതിയൊരു ഓഡിയോ സംഭാഷണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ കേസിൽ? ടോം, കഴിഞ്ഞ 30-നാണ് രേഷ്മയെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കൂളിയാടിയിലെ വീട്ടിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ
കണ്ടെത്തുന്നത്. എന്നാൽ ഇത് ബ്ലേഡ് മാഫിയയുടെ അല്ലെങ്കിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി പ്രകാരം ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. ഈ കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജിനേഷ് മീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് ഏതാണ്ട് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇത് വിവിധ ഘട്ടങ്ങളിലായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം. അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുകയുണ്ടായില്ല. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ചില സംഗതികള് അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വെളിപ്പെടുന്നത്. അതുമായി ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജിനേഷിന്റെയും അതുപോലെ തന്നെ രേഷ്മയുടെയും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവരും ആദ്യം പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് പുതിയതായി കിട്ടുന്ന ഒരു അറിവ്, ഈ ജിനേഷിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭർത്താവിന്റെ മരണത്തോടെ തന്നെ ഭാര്യ വലിയ ദുഃഖത്തിലായിരുന്നു എന്നും ആ സമയത്തൊക്കെ ഇവർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒരുപക്ഷെ അതിന്റെ ഒരു രീതിയിലായിരിക്കാം ആത്മഹത്യ എന്നൊക്കെ ഉള്ളതായിരുന്നു ആദ്യം ബന്ധുക്കളും കരുതിയിരുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഇപ്പോൾ നമ്മൾ കേട്ട ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങളും വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം, ആരോപണ വിധേയരായ 3 പേരിൽ 2 പേരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് നൂൽപ്പുഴ പോലീസ്, അവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. അവർ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവർ പറയുന്ന ഈ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നിവർ സമ്മതിക്കുന്നുണ്ട്. അതിലുപരി പറയുന്നത് ജിനീഷും ഈ ആരോപിക്കപ്പെട്ടവരും സുഹൃത്തുക്കളും അകന്ന തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. ബിസിനസ്സിൽ ഇവർ പങ്കാളികളായിരുന്നു എന്നും പറയപ്പെടുന്നു. അത് എത്രത്തോളം എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും 2 പേരിൽ നിന്നെടുത്ത മൊഴിയിൽ നിന്നും അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പണം കൈമാറിയിട്ടുണ്ട്, പക്ഷെ തിരിച്ച് പണമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരാൾ ഇപ്പോൾ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ഒരാൾ വിദേശത്താണുള്ളത്. അയാളുമായി വീഡിയോ കോൺഫറൻസ് വഴി രേഷ്മയുടെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ? ഇവരെ കുറിച്ച് ഈ സംഘത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു? മാത്രമല്ല, ഈ ബ്ലേഡ് മാഫിയ ഇതിനു മുൻപ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതായും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും ആക്ഷേപമുണ്ടോ, പരാതികളുണ്ടോ? ഈ ഇരുവരുടെയും ഈ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഏതൊക്കെ രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം? ആർക്കെങ്കിലും ഇതിൻ്റെ കേസെടുത്തിട്ടുണ്ടോ? കാരണം ഇത് ആത്മഹത്യ ആണെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ ജിനേഷിൻ്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും ജിനേഷിന്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ ഒരുപക്ഷെ ഇവിടെയുള്ള അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും അന്വേഷണങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് വ്യക്തമായിട്ടും ഇതിന് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെട്ടവർക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് വ്യക്തത വരുത്തുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ താമരശ്ശേരിയിലുള്ള ഒരു യുവാവുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഡിയോ സംഭാഷണം നമുക്ക് പുറത്തുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്കറിയാൻ കഴിയുന്നത്. ഇത് 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വാഹനവുമായി ബന്ധപ്പെട്ടാണ് അത്. ആ യുവാവ് വ്യക്തമായിട്ട് അതിൽ പറയുന്നുമുണ്ട്. പക്ഷെ അത് ഇവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. ഈ ആരോപിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ, ഈ ശ്രീഹരി എന്ന വ്യക്തിയുമായി ഞാൻ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഈ ജിനീഷും അല്ലെങ്കിൽ രേഷ്മയുമായിട്ടുള്ള ബന്ധം ഇവർക്ക് ഉണ്ട് എന്ന്, അതായത് ഈ ശ്രീഹരിക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. എന്തായാലും ഇപ്പോൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ 2 പേരുടെ മൊഴിയെടുത്തു എന്നുള്ളതും ഒരാളുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ അക്കൗണ്ട് രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ അമ്മയുടെ മൊഴിയിൽ നിന്നും കിട്ടിയ പറഞ്ഞിരിക്കുന്നത് 14 ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ ആളുകൾ അവർ പറയുന്നത് പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. മൂന്നാർ മറയൂർ റോഡിൽ പെരിയവരയ്ക്ക് സമീപമാണ് യുവാക്കൾ കാറിൽ അപകടകരമാം വിധം യാത്ര ചെയ്തത്. കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യാത്ര. ദൃശ്യങ്ങൾ പിന്നാലെ എത്തിയ വാഹനയാത്രികർ മൊബൈലിൽ പകർത്തുകയായിരുന്നു.
പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രിൻസ്, ഇത് മൂന്നാറിലൊരു പതിവ് കാഴ്ചയാണ്, പക്ഷേ ഈ ഗതാഗത നിയമലംഘനങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു. പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പൊക്കെ നടപടിയെടുക്കുന്നുണ്ട്. കൃത്യമായ പരിശോധനകൾ ഇവിടെ ഇല്ലാത്തതാണോ ഈ രീതിയിലുള്ള അപകടയാത്ര, സാഹസിക യാത്ര വർദ്ധിക്കാനുള്ള കാരണം? തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പും പോലീസും കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം തുടർച്ചയായി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി അല്പം കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ വിനോദസഞ്ചാര സീസൺ, ക്രിസ്മസ്, ന്യൂ ഇയർ കാലഘട്ടത്തിലൊക്കെ ലക്ഷക്കണക്കിന് സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടകരമായ യാത്രകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സഞ്ചാരികൾ കൂടുതലെത്തുന്ന ഒരു സാഹചര്യത്തിൽ അല്പം കുറവൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ വീണ്ടും ഇത്തരം യാത്രകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മൂന്നാറിലുള്ളത്. മുൻപൊക്കെ മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡിലായിരുന്നു കൂടുതലായും സഞ്ചാരികൾ ഇങ്ങനെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തിരുന്നത്. ഒപ്പം വട്ടവട, മാട്ടുപ്പെട്ടി റോഡിലൂടെയൊക്കെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ നിലവിൽ മറയൂർ മൂന്നാർ റൂട്ടിൽ വലിയവർക്ക് സമീപമാണ് വാഹനത്തിൽ അപകടകരമായ യാത്ര ചെയ്തത്. മറ്റു റോഡുകളെ അപേക്ഷിച്ച് താരതമ്യം ഇടുങ്ങിയ ഒരു പാതയാണ് മൂന്നാറിന് മറയൂരിലേക്കുള്ളത്. കൂടുതൽ വളവുകളും ഇറക്കങ്ങളും ഒക്കെ ഉള്ള പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര കൂടുതൽ അപകടകരമായ സാധ്യതയുണ്ടാകുന്നു. സത്യത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തിരക്കേറിയ ഒരു പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതയുള്ള റോഡ് കൂടിയാണ്. എന്തായാലും കൃത്യമായ ഇടപെടൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ചും സൂചനാ ബോർഡുകളൊക്കെ അപകട സാധ്യതയുള്ള ഇത്തരം യാത്രകൾ അപകടം പറ്റി ബോർഡുകളൊക്കെയും സ്ഥാപിക്കേണ്ടതുണ്ട്. ഒപ്പം അവബോധം സഞ്ചാരികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ പ്രത്യേകിച്ചും അതിർത്തി കടന്നെത്തുന്ന നേരെ സമയത്ത് തന്നെ ഇതിന്റെ പരിശോധനകൾ നടത്തി നിർദ്ദേശങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലാണ് വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര. മൂന്നാർ മറയൂർ റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ യുവാക്കളുടെ സംഘമാണ് സാഹസിക യാത്ര നടത്തിയത്. പിന്നാലെ സഞ്ചരിച്ച കാർ യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയെടുത്തേക്കും. ഇതുപോലുള്ള അപകടയാത്ര നടത്തുമ്പോൾ, സാഹസിക യാത്ര നടത്തുമ്പോൾ ഓർക്കുക, ഇത് മറ്റുള്ള ആളുകൾക്ക്, യുവാക്കൾക്ക് ഒരുപക്ഷെ അത് ഒരു തെറ്റായ സന്ദേശമാണ്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവൻ മാത്രമല്ല, മറ്റു യാത്രക്കാരുടെ ജീവനും ഇത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. നിയമ നടപടി സ്വാഭാവികമായിട്ടുണ്ടാകും. അതോടൊപ്പം സ്വയം ഒരു സുരക്ഷ, സ്വയം സംരക്ഷണം ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അപകടയാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.